ഇടുക്കി നെടുങ്കണ്ടത്ത് പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ചു. ഉടുമ്പൻചോല സ്വദേശിയും ഡോക്ടറുമായ ലക്ഷ്മിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ലക്ഷ്മിയെ പ്രസവത്തിനായി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ഇടുക്കി നെടുങ്കണ്ടത്താണ് പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുക. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ ഡോക്ടറെ ലക്ഷ്മി പ്രസവത്തിനായി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് സ്വാഭാവിക പ്രസവം നടക്കാത്തതിനെ തുടർന്ന് ഇന്നലെ ഉച്ച കഴിഞ്ഞായിരുന്നു ഓപ്പറേഷൻ നടത്തി കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു. അപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു. അതോടെ ഇന്നലെ രാത്രി 9 മണിയോടെ തന്നെ ശാരീരിക അസ്വസ്ഥ്യം ഈ കാണിച്ചതോടെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. തേനി മെഡിക്കൽ കോളേജിലെ യാത്രാമതിയാണ് യുവതിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു. പിന്നീട് മരിക്കുകയുമായിരുന്നു. ആന്തരിക രക്തസ്രാവമാണ് ഇത്തരത്തിൽ ഒരു ആരോഗ്യസ്ഥിതി മോശമാകാനും മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് ഈ ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഏതായാലും ഇന്ന് യുവതിയുടെ മൃതദേഹം ഇന്ന് തമിഴ്നാട് തേനി ജില്ലയിൽ സംസ്കരിക്കും. ഏതായാലും ഇത്തരത്തിലുള്ള വീഴ്ച എന്തുകൊണ്ടാണ്, എവിടെ നിന്നായിരിക്കും ഇത്തരത്തിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാകുമ്പോൾ എവിടെ നിന്നാണ് എന്തായിരിക്കും ഒരു വീഴ്ച പറ്റിയെന്നുള്ള കാര്യങ്ങൾ തന്നെ ഒരു അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും മരണാന്തര ഘടകങ്ങൾക്ക് ശേഷം ഏതായാലും ഈ വിജയലക്ഷ്മിയുടെ കുടുംബം അടക്കം പരാതി നൽകാൻ ഒരുങ്ങുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മുൻ ശാന്തംപറയിലെ മുൻ ഉടുമ്പൻചോല മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശശികലയുടെ മരുമകളാണ് ഈ മരിച്ച വിജയലക്ഷ്മി. ഈ ഉടുമ്പൻചോല ആശുപത്രിയിൽ ഡോക്ടറായി തുടരുമ്പോൾ പഠനത്തിനായി ലീവെടുത്ത് പാറത്തോട്ടിലെ ഒരു സ്വകാര്യ സെന്ററിൽ പ്രാക്ടീസ് നടത്തുകയായിരുന്നു ഡോക്ടർ വിജയലക്ഷ്മി. ഏതായാലും വലിയൊരു സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് ഇന്നലെ അറിയാൻ സാധിച്ചത്. ഏതായാലും ഇതിൽ തുടർന്നതായി കുടുംബം മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സംഭവമാണ് നെടുങ്കണ്ടത്ത് പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ചു.